വിധി നിശ്ചയിക്കാൻ നീയാർ. അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അതീവ ഗൗരവമുള്ള ഒന്നാണ്. മുൻഗാമികളായ ബനൂ ഇസ്രായേല്യരുടെ കാലത്ത് നടന്ന ഒരു സംഭവം ഇതിലേക്ക് വെളിച്ചം വീശുന്നു. ബനൂ ഇസ്രായേൽ വംശജരായ 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. സ്വഭാവമഹിമയിൽ അവർ പരസ്പരവിരുദ്ധമായ 2 ധ്രുവങ്ങളിലായിരുന്നു. ഒരാൾ സർവ്വ തെറ്റുകളിലും മുഴുകി ജീവിക്കുന്ന പാപിയായ മനുഷ്യൻ, മറ്റൊരാളാകട്ടെ സദാസമയവും അല്ലാഹുവിനെ സ്തുതിച്ചും ആരാധിച്ചും കഴിയുന്ന ഭക്തനായ സഹോദരനും. തന്റെ സഹോദരൻ ചെയ്യുന്ന തെറ്റുകൾ കണ്ട് സഹിക്കവയ്യാതെ ഭക്തൻ അവനെ നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരുന്നു. സഹോദരാ, നീ ഈ പാപങ്ങളിൽ നിന്ന് പിന്തിരിയുക, അല്ലാഹുവെ ഭയപ്പെടുക എന്ന് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ആവർത്തിച്ചുള്ള ഈ ഉപദേശങ്ങൾ പാപിയായ സഹോദരനെ മടുപ്പിച്ചു. ഒരിക്കൽ ക്ഷമ നശിച്ച അവൻ രോഷത്തോടെ ചോദിച്ചു, നീ എന്തിനാണ് എന്റെ കാര്യത്തിൽ ഇത്രയധികം ഇടപെടുന്നത്? എന്നെ ഒന്ന് വെറുതെ വിട്ടുകൂടെ? എന്നെ നിരീക്ഷിക്കാൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? സഹോദരന്റെ ഈ ധിക്കാരപരമായ മറുപടി ഭക്തനെ പ്രകോപിപ്പിച്ചു. ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തിൽ അദ്ദേഹം ശപഥം ചെയ്തു, അല്ലാഹുവാണേ സത്യം. അല്ലാഹു നിനക്ക് ഒരിക്കലും പുറത്തുതരികയില്ല, നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയുമില്ല. കാലങ്ങൾ കടന്നുപോയി. ഒടുവിൽ ഇരുവരും മരണപ്പെടുകയും അല്ലാഹുവിന്റെ സന്നിധിയിൽ വിചാരണയ്ക്കായി ഹാജരാക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അവിടെ സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു. ഭക്തനായ സഹോദരനോട് അല്ലാഹു ഇപ്രകാരം ചോദിച്ചു, നീ എന്നെക്കുറിച്ച് അത്രമേൽ അറിവുള്ളവൻ ആയിരുന്നില്ലേ? നീ എന്റെ കാരുണ്യത്തിന്റെയും അധികാരത്തിന്റെയും പരിധിയെക്കുറിച്ച് വിധി കൽപ്പിക്കാൻ മാത്രം വലിയവനായോ നീ? തുടർന്ന് അല്ലാഹു തന്റെ അപാരമായ കാരുണ്യത്താൽ പാപിയായ സഹോദരനെ വിളിച്ച് അവനോട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ കൽപ്പിച്ചു. എന്നാൽ അല്ലാഹുവിന്റെ അധികാരത്തിൽ ഇടപെടുകയും അവന്റെ കാരുണ്യത്തെ തടയുകയും ചെയ്ത ഭക്തനായ സഹോദരനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു ആജ്ഞാപിച്ചു. ഈ കഥ നൽകുന്ന പാഠം. ഈ സംഭവത്തിലൂടെ പണ്ഡിതന്മാർ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ്. അല്ലാഹു ഒരാളോട് കരുണ കാണിക്കില്ലെന്നോ ഒരാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ലെന്നോ വിധിക്കാൻ ഒരു മനുഷ്യനും അവകാശമില്ല. ഭക്തനായ സഹോദരനോട് അല്ലാഹു ഇപ്രകാരം ചോദിച്ചു, നീ എന്നെക്കുറിച്ച് അത്രമേൽ അറിവുള്ളവൻ ആയിരുന്നില്ലേ? നീ എന്റെ കാരുണ്യത്തിന്റെയും അധികാരത്തിന്റെയും പരിധിയെക്കുറിച്ച് വിധി കൽപ്പിക്കാൻ മാത്രം വലിയവനായോ നീ? തുടർന്ന് അല്ലാഹു തന്റെ അപാരമായ കാരുണ്യത്താൽ പാപിയായ സഹോദരനെ വിളിച്ച് അവനോട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ കൽപ്പിച്ചു. എന്നാൽ അല്ലാഹുവിന്റെ അധികാരത്തിൽ ഇടപെടുകയും അവന്റെ കാരുണ്യത്തെ തടയുകയും ചെയ്ത ഭക്തനായ സഹോദരനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു ആജ്ഞാപിച്ചു. ഈ കഥ നൽകുന്ന പാഠം. നമ്മുടെ ചുറ്റുമുള്ളവർ തെറ്റുകൾ ചെയ്യുന്നുണ്ടാകാം. അവരെ അപേക്ഷിച്ച് നമ്മൾ കൂടുതൽ ആരാധനകൾ ചെയ്യുന്നവരുമാകാം. അവരെ ഉപദേശിക്കാനും സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനും നമുക്ക് ബാധ്യതയുണ്ട്. എന്നാൽ അതിനപ്പുറം ഒരാളുടെ പരലോകം നരകത്തിലാണെന്ന് വിധിക്കാൻ നമ്മൾ ആരാണ്? അഹങ്കാരത്തോടെയുള്ള ആ ഒരു വാക്ക് മതിയാകും നമ്മുടെ ആയുഷ്കാലത്തെ പുണ്യങ്ങൾ ഇല്ലാതാക്കാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്ത പ്രശസ്തമായ ഒരു ഹദീസിനെ ആസ്പദമാക്കിയുള്ളതാണ് ഈ കഥ. അല്ലാഹു നമ്മുടെ ഇബാദത്തുകളും നോമ്പുകളും സ്വീകരിക്കുകയും അവന്റെ കാരുണ്യത്തിന്